ഇതാണ് ഞാനുണ്ടാക്കിയ സോപ്പ്. ഇതെന്ന് പറയുന്നത് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക്, ഈവൻ കുഞ്ഞുങ്ങൾക്ക് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് സോപ്പാണിത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഈവൻ ഞാൻ കുറച്ച് പ്രിസർവേറ്റീവും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹെക്റ്റിക് ആയിട്ടുള്ള യാതൊരു പ്രോസസ്സും ഇതില്ല. കാസ്റ്റിക് സോഡ എന്ന് പറയുന്ന സാധനമേ ഇല്ല. അപ്പോൾ നമുക്ക് ഈ കാണാം, നമുക്ക് വളരെ ഒരു ക്രീമി ടെക്സ്ചറാണ് ഇതിന്. നമ്മൾ പ്രിസർവേറ്റീവ് ചേർക്കുന്നില്ലെങ്കിൽ നമ്മളത് കുളി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കണം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ബോഡിയിൽ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആ ഒരു സ്ട്രിപ്പ് ഓഫ് ഫീലിംഗ് ഉണ്ടാവില്ലേ, ഓയിൽ ഇങ്ങനെ സ്ട്രിപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യില്ലേ, അതൊരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏത് ടൈപ്പ് സ്കിന്നിനായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന pH ബാലൻസ്ഡ് സോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പ്രോസസ്സും ഒക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നമുക്കിതിൽ വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, അങ്ങനത്തെ അതുപോലെ ഹെർബൽ പൗഡേഴ്സൊക്കെ ഡ്രൈ ആയിരിക്കണമെന്ന് മാത്രം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഏത് രീതിയിൽ വേണം നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ചിലവരിത് മെൽറ്റ് ചെയ്തിട്ട് പോർ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി വെച്ചിട്ട്. കാരണം SCA എന്ന് പറയുന്നത് നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ അത് മെൽറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഫോമിലേക്ക് പോകാം. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിന് പകരം നിങ്ങളുടെ യുക്തി അനുസരിച്ച് നിങ്ങൾക്ക് പൗഡറുകൾ ആഡ് ചെയ്ത് കൊടുക്കാം, വേറെ ഏത് വേണമെങ്കിലും. പക്ഷേ ഫൈൻ പൗഡർ ആയിരിക്കണം. അതുപോലെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി 25 ഗ്രാമൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കാം. കാരണം ഓരോ പൗഡറിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ട് വരും. ഇത് തന്നെ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റാണ് ഈ ഫോമുല. പിന്നെ രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറ്റാക്കാനുള്ള സാധനങ്ങളാണ്. ഇതും ഈ നമ്മൾ വാട്ടർ ഒറിജിനലായിട്ടുള്ള, ഇപ്പോൾ നമുക്ക് അലോവേര ജ്യൂസ് അങ്ങനത്തെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി എന്തും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും അളന്നെടുത്തു. ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കലോലിൻ ക്ലേ, അതാണ് നമ്മുടെ വൈറ്റും ഉണ്ട് റോസും ഉണ്ട്. അതിൻ്റെ ഫൈൻ പൗഡറാണത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ക്ലെൻസിങ് ചെയ്യാനും അതുപോലെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ കളർ കൊടുക്കുന്നതും ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് വെറ്റ് ചെയ്ത് എടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി ഓയിൽ, വൈറ്റമിൻ, ഇതിപ്പോൾ വൈറ്റമിൻ ഇ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സർഫക്റ്റൻ്റ്, അതായത് നമുക്കൊരു പത വേണം അല്ലേ, സോഫ്റ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട്, സോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പത വേണം. അതിനുവേണ്ടി ഞാൻ CAPB ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. ടാബും ഈ പറഞ്ഞ മാതിരി 5 to 6 റേഞ്ചിൽ നിൽക്കുന്ന pH നിൽക്കുന്ന സാധനമാണ്. പിന്നെ കൊക്കോ ഗ്ലൂക്കോസൈഡ് അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ വളരെ കുറവ് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം അതിൻ്റെ pH എപ്പോഴും കൂടും, അതായത് 8ലേക്കോ 9ലേക്കൊക്കെ വരുന്നതാണ്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത കാപ്രിൽ ഗ്ലൂക്കോസൈഡാണ്. അത് ഈ പറഞ്ഞ മാതിരി pH ബാലൻസ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു സർഫക്റ്റൻ്റ് നോക്കുമ്പോൾ അതിൻ്റെ pH എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ pH കൂടുതലുള്ളതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഇനി കാബ് മാത്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ എപ്പോഴും ചെയ്യുക. ഈ സർഫക്റ്റൻ്റ് പൗഡറുകൾ ഭയങ്കര ഫൈനാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മുഖത്ത് കവർ ചെയ്തിട്ട് വേണം, മാസ്ക് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. മാക്സിമം ഒരു മാസ്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരെണ്ണം കൂടി, കാരണം അത്രയും ഫൈൻ പൗഡർ ആയതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കുഴയില്ലാന്ന്, പക്ഷെ അല്ല. നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഗ്ലൗസ് ഉപയോഗിക്കുക. കാരണം സർഫക്റ്റൻറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൈ ഡാമേജ് ആവാനൊക്കെ ആയിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉപയോഗിക്കുക, ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അത് ഒരു ഷേപ്പിലാക്കി എടുക്കണം. എനിക്ക് ഫാൻസി മോൾഡുകളൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സോപ്പിനെ പറ്റിയ മോൾഡുകളുണ്ടെങ്കിൽ അതിൽ വെച്ച് നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് എന്നിട്ട് ഒരു ഷേപ്പിലാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനി ക്യൂറിങ് ടൈം ഒന്നുമില്ല. നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി യൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി ഇതിൽ നിങ്ങൾക്ക് ഇത് വെറ്റ് ഇൻഗ്രീഡിയൻസ് കൂടിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റൈസ് പൗഡറോ അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺസ്റ്റാർച്ച് എന്ത് പൗഡറാണോ ഉള്ളത് അത് നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. അല്ല ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കൂടിപ്പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സർഫക്റ്റൻറ്റോ അല്ലെങ്കിൽ ഓയിൽ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പ്. അപ്പോൾ ഇനി നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക്. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലേക്കായാലും ഇപ്പോൾ പുറത്തുള്ള ആവശ്യമുള്ളവർക്കായാലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഡിമാൻഡ് ഉണ്ടാവും. നിങ്ങൾ LUSH ലഷ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് കമ്പനി, അത് ഇവിടെയൊക്കെ ഉണ്ട് അതിൻ്റെ ഷോപ്പുകൾ. നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടോയെന്നറിയില്ല. അവരുടെയൊക്കെ സോപ്പ് ഇതുപോലത്തെയാണ്, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വീടുകളിൽ അവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്, മാക്സിമം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.
your soul.